എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. അതിലെ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആക്സിറ്റ കോട്ടൺ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 22 രൂപ 90 പൈസ എന്ന ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഓൾറെഡി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി വീണ്ടും ആ ഒരു OBയിലേക്ക് വന്ന് തിരിച്ച് കയറുന്നുണ്ട്. സോ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ ഒരു സ്റ്റോക്ക് തന്നെയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സ്റ്റോക്ക് ആ ഒരു 10% അച്ചീവ് ആയ ശേഷം വീണ്ടും ആ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ആക്സിറ്റ കോട്ടൺ എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു ബൈയിങ് ലെവലിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. മേ ബി ഈ ഒരു സ്റ്റോക്ക് ഒന്നില്ലെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റിന് വന്നിട്ട് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ മുകളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. ലോങ് ടേമിൽ വളരെ നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ് ആക്സിറ്റ കോട്ടൺ എന്ന് പറയുന്നൊരു സ്റ്റോക്ക്. ഓക്കെ, ഇതിൻ്റെ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ഇത് ഒരു ഡൗൺ ട്രെൻഡ് ശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ച് ആ ഒരു ഡിസ്കൗണ്ട് ഏരിയ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഡെഫിനറ്റ്ലി ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ് ആക്സിറ്റ കോട്ടൺ എന്ന് പറയുന്നൊരു സ്റ്റോക്ക്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് 3i ഇൻഫോടെക് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 32 രൂപ 94 പൈസയാണ്. ഇതും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. തിരിച്ച് ആ ഒരു OBയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് അപ്പറിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 3i ഇൻഫോടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ്ലി നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറാനുള്ള ഒരു സ്റ്റോക്കാണ്. ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവർക്ക് മോർ ദാൻ 10% കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമുക്ക് 10% അച്ചീവ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു പ്രൈസ് ലെവലിൽ വാങ്ങുന്നത് വളരെ ഉചിതം തന്നെയാണ്. 3i ഇൻഫോടെക്കിൻ്റെ നമുക്ക് കറൻ്റ്ലി മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ നിൽക്കുന്ന ഒരു പ്രൈസാണ്. ഒരു ലോയിൽ നിന്നും ഒരു ഹൈയിലേക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു 78.6 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അവിടെയാണ് നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ച് മാർക്കറ്റ് ആ ഒരു OBയിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നത്. സോ ഇതൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവർക്ക് വളരെ വളരെ ഉചിതമായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് BLS സർവീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇത് ഏകദേശം ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ച് മാർക്കറ്റ് ആ ഒരു OBയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. മേ ബി OBയിലേക്ക് വന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു FEGയിലേക്ക് ഇനി ഇവിടെയുള്ള ബാലൻസ് ഉള്ള ഈ FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള സ്റ്റോക്കാണ് BLS സർവീസ് എന്ന് പറയുന്നൊരു സ്റ്റോക്ക്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 230 രൂപ 43 പൈസയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്കാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നൊരു സ്റ്റോക്ക്. NSEയുടെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 49 രൂപ 29 പൈസയാണ്. ഇത് കുറേ കാലമായിട്ട് ഒരു വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നൽകിയിട്ടില്ല. ഒരു ഡൗൺ ട്രെൻഡും പോയിട്ടില്ല, അതുപോലെ ഒരു അപ്പ് ട്രെൻഡും പോയിട്ടില്ല. സോ ഇതൊരു അക്യുമുലേഷൻ ഫേസ് ആണ്. ഡെഫിനറ്റ്ലി മാർക്കറ്റ് മൂവ് ആവാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നൊരു സ്റ്റോക്ക്. ഇനീഷ്യലി മാർക്കറ്റ് ഈ ഒരു ഡൗണിലേക്ക് മാർക്കറ്റ് വന്ന് മുകളിലേക്ക് കയറി ഇപ്പോൾ ഇത്രയും നല്ലൊരു മൂവ്മെൻറ്റ് നൽകിയിട്ട് തിരിച്ച് മാർക്കറ്റ് ആ ഒരു താഴേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനുള്ളൊരു പോസിബിലിറ്റിയും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇസാഫ് ഏകദേശം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു ഡൗണ് ഇവിടെ ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട് കയറുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഈ ഒരു ഡൗണിനെ മാർക്കറ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. സോ ഇതൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. മേ ബി മാർക്കറ്റ് ഇവിടെ നിന്നും മുകളിലേക്ക് കയറാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നൊരു സ്റ്റോക്ക്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗ്രോയിങ്ടൺ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു BSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4 രൂപ 91 പൈസയാണ്. ഇതും നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇതിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എവിടെ നിന്നാണോ മാർക്കറ്റ് നല്ലൊരു റിയാക്ഷൻ നൽകിയത് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് തന്നെ മാർക്കറ്റ് എത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതും നമ്മൾ ഇനീഷ്യലി ഇതിന് മുമ്പ് പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ ഒരു സ്റ്റോക്ക് തന്നെയായിരുന്നു. സ്റ്റിൽ അതേ പ്രൈസിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. നല്ലൊരു ട്രെൻഡ് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ വൺസ് ഓർഡേഴ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് മുകളിലേക്ക്
പറക്കുക തന്നെ ചെയ്യും. ഓക്കെ, ആ ഒരു ഓർഡേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും താമസിക്കുന്നത്. കാരണം ഇവിടെ ഒരു വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നൽകിയിട്ടില്ല. ഈ ഒരു OBയിലേക്ക് എത്തുന്തോറും മാർക്കറ്റ് ആ ഒരു ഓർഡേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് റിയാക്ഷൻ ഹൈ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും നൽകിയിട്ടില്ല. ഓക്കെ, സോ ഇതൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള സ്റ്റോക്കാണ് ഗ്രോയിങ്ടൺ വെഞ്ചേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്ക്. BSEയുടെ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ദവാങ്കിരി ഷുഗർ കമ്പനി എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. NSEയുടെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 7 രൂപ 13 പൈസയാണ്. സോ ഇത് നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് ആ ഒരു എന്താ പറയുക, ഒരു ഡൗണിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് തിരിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ 4 hours നോക്കുന്ന സമയത്ത് ഈ ഒരു OBയിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ് ആയിരുന്നു. അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒന്ന് മാനിപ്പുലേഷൻ എന്ന രീതിയിൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി മാർക്കറ്റ് തിരിച്ച് ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ വന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ലോങ് ടേമിന് വളരെ നല്ലൊരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ആഴ്ച ഷുഗർ കമ്പനീസിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്ത് അപ്കമിങ് വീക്സ് അല്ലെങ്കിൽ അടുത്ത 1-2 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും എന്താ പറയുക, ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഈ ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്തത്. അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് 10% എത്രയാണെന്നുള്ളത് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ടേമിന് നമുക്ക് 10% നോക്കേണ്ട ആവശ്യമില്ല. മോർ ദാൻ 10% വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം ഹോൾഡ് ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാ സ്റ്റോക്കുകളും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.